മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് ധ്യാനത്തിന്റെ 3-ാം ദിവസമാണല്ലോ. ധ്യാനത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധരെ കുറിച്ചും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. പരിശുദ്ധ അമ്മയും വിശുദ്ധരും നമുക്ക് മാർഗദീപങ്ങളും വഴികാട്ടികളും മധ്യസ്ഥരുമാണ്. ഇവരിലൂടെ ഇന്നേ ദിവസം ഈശോയിലേക്ക് കൂടുതൽ നടന്നെടുക്കുവാനും ഈശോയുടെ സ്നേഹം കൂടുതൽ അനുഭവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ, സകല വിശുദ്ധരുടെയും മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു ചെല്ലാം. എല്ലാ കുഞ്ഞുമക്കളും കരങ്ങൾ കൂപ്പി പ്രാർത്ഥനാപൂർവം ആയിരിക്കട്ടെ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുന്നു എന്ന് സിസ്റ്റർ വിചാരിക്കുന്നു. നമ്മള് ഈ ദിവസങ്ങളിലെല്ലാം ഈശോയെ കുറിച്ച് കേൾക്കുന്നു. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നു. ഈശോ നമ്മുടെ കൂട്ടുകാരനാണെന്നും ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നും ഈശോയോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഈശോയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം എത്തി നോക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ഏറ്റവും കൂട്ടാരോടാ? ചേട്ടനോടാണോ, ചേച്ചിയോടാണോ, അതോ കുഞ്ഞനിയനും അനിയത്തിയൊക്കെ ഇല്ലേ, അവരോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂട്ടുകൂടാൻ കുഞ്ഞനിയനും കുഞ്ഞനിയത്തിയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ ആരുടെ അടുത്താ ഓടിച്ചെല്ലുന്നേ? അമ്മയുടെ അടുത്തല്ലേ? അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആ കാര്യത്തിൽ ഒരിക്കലും ഒരു വ്യത്യാസവും വരില്ല. നമുക്ക് ഏറ്റവും ആശ്രയിക്കാൻ പറ്റിയത് നമ്മുടെ അമ്മയാണ്. കാരണം എന്താ? നമ്മുടെ കുറവുകൾ നമ്മുടെ അമ്മയ്ക്കറിയാം, നമ്മുടെ നന്മകൾ നമ്മുടെ അമ്മയ്ക്കറിയാം. നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മുടെ അമ്മ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതെ, സ്വർഗം നമുക്ക് ദാനമായി തന്ന സ്നേഹമുള്ള അമ്മയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മ ആരുടെ അമ്മയാ? ഈശോയുടെ അമ്മയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെയും അമ്മയാണ്. ഈശോ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് നമ്മളോട് വാഗ്ദാനം ചെയ്ത സ്നേഹമുള്ള അമ്മയാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ എന്ന്. അപ്പം ജീവിതത്തില് അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കാന്, നമ്മുടെ കുറവുകളിലെല്ലാം നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ സദാ സംരക്ഷകയായി കൂടെ ഉണ്ടാകാനായിട്ട് ഈശോ തന്നെ നമുക്ക് തന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ ചെറുപ്പം മുതല് പരിശുദ്ധ അമ്മേനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പരിശുദ്ധ അമ്മയുടെ നാമത്തിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇടവക പള്ളികളുള്ള. അപ്പം ഇടവക പള്ളിയിലെ തിരുനാളിന്റെ ഒക്കെ സമയത്ത് പരിശുദ്ധ അമ്മേനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയാകുന്നതോടൊപ്പം തന്നെ നമ്മുടെയും അമ്മയാകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പരിശുദ്ധ അമ്മ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ വിശ്വാസമുണ്ടോ? പരിശുദ്ധ അമ്മ തന്നെ ആയിരിക്കുമോ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ? ആണ്. തിരുസഭ അതെല്ലാം വിശ്വാസ സത്യങ്ങളായിട്ട് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങള്. അതിലേറ്റവും ശ്രദ്ധേയമായത് ഫാത്തിമയില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൂസി, ജസീന്ത, ഫ്രാൻസിസ് എന്ന് പറഞ്ഞ കുഞ്ഞു കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടത് ആർക്കാന്ന് നിങ്ങൾക്കറിയുവോ? ബെർണദീത്ത എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ബാലികയ്ക്ക്. വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലൊക്കെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും
അതിൽ കൂടുതൽ സ്ഥലങ്ങളും കുഞ്ഞു മക്കളുടെ അടുത്താണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാരണം അവരുടെ മനസ്സ് നിഷ്കളങ്കമാണ്, സ്വർഗത്തിന്റെ സ്വരം കേൾക്കാൻ മാത്രം അവര് വിശുദ്ധരാണ്. പരിശുദ്ധ അമ്മയ്ക്ക് അതോടൊപ്പം തന്നെ ഉണ്ണി ഈശോയെ വളർത്തി നല്ല പരിചയമുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളോട് ഭയങ്കര വാത്സല്യമാണ്. അപ്പൊ ആ ഒരു വാത്സല്യവും സ്നേഹം കൊണ്ടാണ് അമ്മ എപ്പോഴും സ്വർഗത്തിന്റെ സന്ദേശങ്ങള് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്നത്. അവര് വ്യത്യസ്ത ഇടങ്ങളിൽ പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ കാലാന്തരങ്ങളിൽ അതെല്ലാം സത്യമായി മാറുമ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ ജീവിതങ്ങളിലൂടെ ഈ ലോകത്തില് ഇടപെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പരിശുദ്ധ അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും പരിശുദ്ധ അമ്മ ഇടപെട്ട ചില സന്ദർഭങ്ങളെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലില്ലേ? ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മൾ പരീക്ഷയ്ക്കെങ്കിലും പോകുമ്പോൾ നമ്മളോട് അമ്മ പറയില്ലേ, ഇന്ന് രാത്രി ചെല്ലുന്ന കൊന്തയില് നാളത്തെ പരീക്ഷ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യം ഉണ്ടെങ്കിലും കൊച്ചൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളോട് അമ്മ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ കൊച്ചിനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ജപമാല പ്രാർത്ഥനയിലൂടെ നേരിട്ടും അല്ലാതെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങള് സ്വർഗം തന്നിട്ടുണ്ട്. അതേ പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേരെ എപ്പോഴും കാതോർക്കുന്നവളാണ്. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞുമക്കളോട് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്താ അതെന്നറിയോ? ഉണ്ണീശോയെ പോലെ നല്ല മക്കളായിട്ട് ജീവിക്കണം. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയില് വളർന്നു വന്നു. അപ്പൊ ഉണ്ണീശോയെ സ്വർഗം കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉണ്ണീശോയെ സ്വർഗത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പരിശുദ്ധ അമ്മയും പഠിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ അമ്മയുടെ നല്ല മക്കളായി തീർന്നുകൊണ്ട് ഉണ്ണീശോയെ പോലെ നല്ല സ്വഭാവത്തിൽ വളരാൻ നാട്ടിലും വീട്ടിലുമെല്ലാം എല്ലാവർക്കും പേര് പറയുമ്പോൾ തന്നെ ഒരു സ്നേഹവും സന്തോഷവും തോന്നത്തക്ക വിധത്തില് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് എല്ലാവരെയും സഹായിച്ച് മുതിർന്നവരെ അനുസരിച്ച് ആരോടും വികൃതിയൊന്നും കാണിക്കാതെ നല്ല മക്കളായിട്ട് ജീവിക്കാനായിട്ട് ആ നല്ല അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകതയായിട്ടുണ്ടായിരുന്ന ഒരു സ്വഭാവമാണ് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അമ്മ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൂതനോട് പറയുന്നുണ്ട്, ഇതാ കർത്താവിന്റെ ദാസിന്ന്. അത് പറഞ്ഞ നിമിഷം മുതൽ അമ്മ ഈശോയുടെ ജീവിതത്തിന്റെ അന്ത്യത്തോളം, അതായത് അമ്മ ഈശോയുടെ രക്ഷാകര ദൗത്യത്തില് അവസാന നിമിഷം വരെ ദൈവഹിതം, സ്വർഗത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും നിർവഹിച്ചവളാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അമ്മ ഈശോയോട് പറയുന്നുണ്ട്, ഇവർക്ക് വീഞ്ഞില്ലാന്ന്. അപ്പൊ ഈശോ അമ്മയോട് മറുപടി പറയുന്നത് എന്താ? എന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു അമ്മ പറയുന്നത് പുത്രൻ അനുസരിക്കുമെന്ന്. കാരണം അമ്മ ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയവളാണെങ്കില് ആ അമ്മയുടെ പുത്രനും അമ്മയുടെ ഇഷ്ടത്തിന്, താല്പര്യത്തിന് വിധേയപ്പെടുമെന്ന് ഉറപ്പാണ്. കാരണം വിധേയത്വത്തിന്റെ നല്ല മാതൃക അമ്മയിൽ നിന്ന് സ്വീകരിച്ച ആ പുത്രനും അമ്മയെ അനുസരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ആ പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മളും അപ്പൊ എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിന്റെ ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് ചോദിക്കണം. കുഞ്ഞുങ്ങളായ നമ്മൾ എങ്ങനെയാ ദൈവത്തിന്റെ ഇഷ്ടം എത്ര എളുപ്പത്തിൽ തിരിച്ചറിയുന്നത്? അത് നമ്മുടെ മാതാപിതാക്കളിലൂടെ, നമ്മുടെ അധ്യാപകരിലൂടെ, നമ്മുടെ മുതിർന്നവരിലൂടെ ഒക്കെ വരുന്ന വാക്കുകള് ദൈവത്തിന്റെ വാക്കുകളായിട്ട് നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ മാതാപിതാക്കൾ ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ സന്തോഷത്തോടു കൂടി അത് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരൊക്കെ കൃത്യമായിട്ട് പാഠഭാഗങ്ങൾ പഠിക്കാന്, ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറയുമ്പോൾ നല്ല മക്കളായിട്ട് ഇപ്പൊ തന്നെ അതനുസരിക്കാനായിട്ട് നമ്മുടെ വീടിനടുത്തുള്ളവര്, നമ്മുടെ ബന്ധുക്കള്, പ്രിയപ്പെട്ടവരൊക്കെ നമ്മളോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ കുസൃതി കാണിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോഴൊക്കെ അവരുടെ വാക്കിന് ചെവി കൊടുക്കാനുള്ളൊരു മനസ്സ് പരിശുദ്ധ അമ്മയോട് നമ്മൾ ഇപ്പോഴേ ചോദിച്ചു വാങ്ങണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു സവിശേഷതയാണ് പരാതിയില്ലാതെ ജീവിതത്തെ നേരിടുക എന്നുള്ളത്. നമുക്ക് കുഞ്ഞു കാര്യങ്ങൾ പോലെ പിണങ്ങാനായിട്ട്, നമുക്കിഷ്ടമുള്ള ഒരു സാധനം പപ്പയും മമ്മിയും മേടിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ മുഖം വീർപ്പിച്ചിരിക്കാറില്ലേ?
ഇല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരു സാധനം എൻ്റെ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ഒക്കെ എടുത്തോണ്ട് പോയാൽ പിന്നെ നമുക്ക് ഒരു കുഞ്ഞു പിണക്കമെങ്കിലും ഉണ്ടാകിയല്ലേ? എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട വേറൊരു മാതൃകയാണ് പരാതിയില്ലാതെ ജീവിക്കുക എന്നുള്ളത്. ദൈവപുത്രന് ജന്മം നൽകിയവളാണ്, ദൈവത്തിന്റെ അമ്മയാണ്. പക്ഷേ ജീവിതത്തിലുടനീളം സഹനങ്ങളും വേദനകളും മാത്രമേ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അമ്മ എല്ലായിടത്തും ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് നീങ്ങി. ഈശോയുടെ കാൽവരി യാത്രയൊന്ന് ഓർത്തു നോക്കിയേ. സ്വന്തം മകനെ പടയാളികള് അടിച്ച് മുറിവേൽപ്പിച്ച് ഉപദ്രവിച്ച് കൊണ്ടുപോകുന്നത് കണ്ടിട്ടും അമ്മ ഒരിക്കൽ പോലും ദൈവത്തോട് ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നില്ല. മറിച്ച് നിശബ്ദമായിട്ട് അമ്മ സഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് ചേർന്ന് സഹകരിച്ച് നിൽക്കുന്നതിന്റെ ആ ഒരു സന്തോഷം, ആത്മീയമായിട്ടുള്ള നിർവൃതി അമ്മ അനുഭവിക്കുകയാണ്. അതുപോലെ നമ്മളും ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുറവുകളില് പരാതിയില്ലാതെ നമ്മൾ മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രമിച്ചാല് നമുക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് പോലെ ഈ ആത്മീയമായ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പരിശീലിച്ച് നോക്കണം. ഇപ്പൊ എന്റെ ഇഷ്ടങ്ങള് ചില സമയത്ത് ഒരു ദിവസം വേണ്ടാന്ന് വെച്ച് കഴിയുമ്പം അതിലൂടെ ഉണ്ടാവുന്ന മറ്റുള്ളവരുടെ സന്തോഷം എന്റെ ജീവിതത്തിൽ സന്തോഷം തരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെറുതായിട്ട് പരീക്ഷിച്ച് നോക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് നടന്നെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന മറ്റൊരു അനുഭവമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ പരിശുദ്ധ അമ്മ എന്താ ചെയ്യുന്നേ? മറ്റുള്ളവരുടെ കുറവുകള് കണ്ടെത്തി അതിലേക്ക് നിറവ് പകരാനായിട്ട് ശ്രമിക്കുന്ന ഒരമ്മ. നമ്മുടെ ജീവിതത്തിൽ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ കാണും, ചേട്ടൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടാവില്ല, അനിയത്തി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ല, എന്റെ കൂട്ടുകാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തോന്നും ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴേലും ഓർക്കാറുണ്ടോ? അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ചുറ്റും കാണുന്ന ചെറിയ ചെറിയ കുറവുകൾ കാണുമ്പോൾ, നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ ചെറിയ തെറ്റുകൾ കാണുമ്പോൾ, ഇപ്പൊ നമ്മുടെ കൂടെയുള്ളവരൊക്കെ തെറ്റായ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, സംസാരത്തിൽ ചീത്ത വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണുമ്പം അവരെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുവല്ല വേണ്ടേ, അവർക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനോഭാവമാണ് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ സഹോദരങ്ങളുടെ കുറവുകളില് സ്വർഗത്തിന്റെ സഹായം നേടിക്കൊടുക്കാനായിട്ട് നല്ല മക്കളാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അപ്പം നമ്മുടെ ചുറ്റും ഇനി കാണുന്ന എന്തെങ്കിലും പോരായ്മകളൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല, വേദനിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഈശോയോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ, എന്റെ സഹോദരങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇതെല്ലാം തിരുത്തുവാനായിട്ട് നീ അവരെ സഹായിക്കണേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജപമാല പ്രാർത്ഥന. നമ്മൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ജപമാല ചൊല്ലുന്നതാണ്. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളായപ്പോ തൊട്ടേ കേട്ട് ശീലമുള്ളത് കൊണ്ട് രഹസ്യങ്ങളൊന്നും ഒത്തിരി നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, അതിന്റെ മറുപടി പ്രാർത്ഥനയെ പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയൊക്കെ നമ്മൾ ചൊല്ലി ശീലിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ പ്രാർത്ഥനയുടെ ഓരോ വരിയിലും ഒത്തിരിയേറെ അർത്ഥങ്ങളും നന്മകളും ഒക്കെ ഉണ്ട്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ നന്മകളെയും നമ്മൾ ഏറ്റുപറയുവാണ്. ആ നന്മകൾ ഏറ്റുപറയുമ്പോൾ നമ്മള് ഓർത്തോർത്ത് ചെല്ലണം. ആ അമ്മയെ പോലെ നന്മയിൽ ജീവിക്കാന് എനിക്കും കൃപ തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെല്ലണം. എപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളൊരു കൊന്തയുടെ മുൻപിൽ ആദ്യം ഒരു നിയോഗം വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ എന്താണ് ചൊല്ലുന്നതെന്നുള്ള ഒരർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ജപമണികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിതൊരിക്കലും ഒരു വിരസതയായിട്ട് തോന്നിയല്ല. നമുക്കിതിന്റെ അർത്ഥതലങ്ങളിലേക്ക് എപ്പോഴും ഇറങ്ങിച്ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഈ പ്രാർത്ഥന നമുക്കൊരു സന്തോഷത്തിന്റെ അനുഭവമായിട്ട് മാറും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാന്റെ അമ്മയെ എനിക്ക് സ്വന്തം അമ്മയായി കിട്ടിയതിന്റെ ഒരാനന്ദം നമുക്കുണ്ടാവണം. പലപ്പോഴും നമ്മൾ കുഞ്ഞു കൂട്ടുകാരൊക്കെ പറയുന്നേക്കാം, എൻ്റെ അമ്മ നല്ല സുന്ദരിയാണ്, എൻ്റെ അമ്മയ്ക്ക് ഇന്ന ജോലിയുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഇന്ന കഴിവുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പം നമുക്ക് സന്തോഷമല്ലേ? നമ്മുടെ അമ്മ എത്ര നല്ലവളാണ്, അതിനനുസരിച്ച് നമുക്ക് ഒത്തിരിയേറെ സന്തോഷവും ഉണ്ടാവും. അതുപോലെ പരിശുദ്ധ അമ്മ നന്മ നിറഞ്ഞവളാണ്, ഈശോയ്ക്ക് അമ്മയാകാൻ വേണ്ടി സ്വർഗം തിരഞ്ഞെടുത്ത അമ്മയാണ്. ആ യോഗ്യതകളെല്ലാം ഉള്ള അമ്മയെ
നമുക്ക് അമ്മയായി കിട്ടിയതിൽ നമുക്ക് സന്തോഷം വേണം. ആ അമ്മയോട് നമുക്കൊരു സ്നേഹം വേണം. ജീവിതത്തിൽ ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മൾ അമ്മയോട് ആലോചന ചോദിക്കുന്ന ഒരു ശീലം നിങ്ങൾ തുടങ്ങി നോക്കിയേ. അത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഒത്തിരി കൃപയായിട്ട് മാറും. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയോട് പറയാം, അമ്മേ ഇന്നെനിക്ക് സ്കൂളിൽ പരീക്ഷയാണ്, ഞാൻ പരീക്ഷ എഴുതാൻ പോവാണ്, നന്നായിട്ട് പഠിച്ചെങ്കിൽ പറയണം അമ്മേ, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാം അമ്മ എനിക്ക് ഓർമ്മപ്പെടുത്തി തരണം. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരുങ്ങാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അമ്മയോട് പറയണം, അമ്മേ ഞാൻ വേണ്ട വിധം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് അമ്മ എന്നെ സഹായിക്കണേ എന്ന് നമ്മൾ അമ്മയോട് പറയണം. പിന്നെ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ വണ്ടിയിൽ യാത്രയിലായിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോഴും നമ്മുടെ കയ്യിൽ ജപമാല ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് രഹസ്യങ്ങൾ കാണാതെ അറിയില്ല. അപ്പൊ നമുക്ക് എന്ന ജപമാല ചൊല്ലണ്ടാന്ന് വെക്കുവല്ല വേണ്ട, മറിച്ച് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയും അതിന്റെ മറുപടി പ്രാർത്ഥനയായ പരിശുദ്ധ മറിയമേ പ്രാർത്ഥനയും നമ്മൾ ചൊല്ലണം. എന്നിട്ട് നമ്മുടെ കാവൽ മാലാഖയോട് പറയണം, ഞാൻ ചൊല്ലിയ ഈ നന്മ നിറഞ്ഞ മറിയമേയും പരിശുദ്ധ മറിയമേ പ്രാർത്ഥനയും ഒരു മാലയായി കോർത്ത് പരിശുദ്ധ അമ്മയുടെ കഴുത്തിൽ അണിയിക്കണമേ എന്ന്. അപ്പൊ നമ്മുടെ കാവൽ മാലാഖയോട് നമുക്ക് സ്നേഹത്തോടുകൂടെ സംസാരിക്കാൻ ഒരു അവസരമാകും. പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കാണിക്കയായിട്ട് നമുക്ക് നമ്മുടെ ഈ ജപമാല പ്രാർത്ഥനകളെ സമർപ്പിക്കാനും സാധിക്കും. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഈശോയെ കുറിച്ച്, വിശുദ്ധരെ കുറിച്ച്, പരിശുദ്ധ അമ്മേനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല അമ്മയുള്ള മക്കൾ ആരും നന്മയിൽ വളരാതെ പോയിട്ടില്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എത്രയും വിശുദ്ധനായ ഒരു വ്യക്തിയായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ടാണെന്ന് ആ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട ആ ബാലൻ വിശുദ്ധനായി ജീവിച്ച് പത്രോസിന്റെ സിംഹാസനത്തോളം ഉയർന്നതിനു പിന്നില് ആ നല്ല അമ്മയുടെ മാധ്യസ്ഥമായിരുന്നുവെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പൊ അതുപോലെ നന്മയിൽ ജീവിക്കാനായിട്ട്, ജീവിതത്തിന്റെ ഏതവസ്ഥയിലും തകർന്നു പോകാതെ സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വളർന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവും സ്വർഗം മുഴുവനും എല്ലാ കുഞ്ഞുമക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളില് പലയിടങ്ങളില് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെപ്പോലെയുള്ള കൊച്ചുകുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ചില കാര്യങ്ങൾ വീഡിയോ ക്ലിപ്പിലൂടെ നമുക്ക് കാണാം. ഫാത്തിമയിലെ മാതാവ് 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ എല്ലാ 13 പോർച്ചുഗലിന്റെ മധ്യഭാഗത്തുള്ള ഫാത്തിമ എന്ന സ്ഥലത്ത് 3 കുട്ടികൾക്ക് പരിശുദ്ധ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകി. ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നിവരായിരുന്നു ആ കുട്ടികൾ. 6 മാസങ്ങളിലായി ധാരാളം സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് വെളിപ്പെടുത്തി. താൻ ജപമാല രാജ്ഞിയാണ് എന്നാണ് പരിശുദ്ധ അമ്മ സ്വയം വെളിപ്പെടുത്തിയത്. ധാരാളം ജപമാലകൾ ചൊല്ലുക, വിശുദ്ധ കുർബാനയോട് ഭക്തിയുണ്ടായിരിക്കുക, ലോകത്തെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക, പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പരിഹാരം ചെയ്തു പ്രാർത്ഥിക്കുക. ഇതാണ് ഫാത്തിമ സന്ദേശങ്ങളുടെ ഉള്ളടക്കം. ലൂർദ് മാതാവ്. ഒരു കൊച്ചു ഗ്രാമമാണ് ലൂർദ്. കടുത്ത ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലമുള്ളവരായിരുന്നു അവിടുത്തെ ജനങ്ങൾ. 1858 ഫെബ്രുവരി 11 പരിശുദ്ധ അമ്മ ബെർണദീത്ത എന്ന 14-കാരിക്ക് പ്രത്യക്ഷപ്പെട്ടത്. മുട്ടുമേൽ നിന്ന് ധാരാളം ജപമാല ചൊല്ലുക അവളുടെ ഇഷ്ടവിനോദമായിരുന്നു.
വീട്ടിലേക്ക് ആവശ്യമായി വിറവുകൾ ശേഖരിക്കുവാനായി പോയ ഒരവസരത്തിൽ അവൾ പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിച്ചു. 1858 ജൂലൈ 16 പരിശുദ്ധ അമ്മ വിശുദ്ധ ബർണദീത്തായ്ക്ക് അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. പിന്നീടുള്ള തൻ്റെ ജീവിതം ഒരു സമർപ്പിതയായി അവൾ ചെലവഴിച്ചു. വേളാങ്കണ്ണി മാതാവ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ച മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് വേളാങ്കണ്ണി ദേവാലയം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നിർദ്ദേശപ്രകാരം പണി കഴിപ്പിച്ച ഈ ദേവാലയത്തിന് പിന്നിൽ 3 പ്രധാന സംഭവങ്ങളാണുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ നടന്നുവെന്ന് കരുതപ്പെടുന്ന സംഭവം ഇപ്രകാരമാണ്. ഒരു അക്രൈസ്തവ ബാലൻ പാൽ വിൽക്കുവാനായി പോകുന്ന വഴിയിൽ വിശ്രമിക്കാനൊരുങ്ങവേ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായി വന്ന് തൻ്റെ കുഞ്ഞിനു വേണ്ടി പാൽ ആവശ്യപ്പെട്ടു. കനിവ് തോന്നിയ ബാലൻ തൻ്റെ പാത്രത്തിൽ നിന്നും പാൽ നൽകുകയും ചെയ്തു. ഉടമസ്ഥന്റെ ഭവനത്തിലേക്ക് വൈകി എത്തിയതിനെ പ്രതി ക്ഷമയാചിച്ച ബാലനെ ശകാരിച്ച് ഭവനത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന ഉടമസ്ഥൻ കണ്ടത് ബാലൻ പാൽ കൊണ്ടുവന്ന പാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതാണ്. ഇതിൽ അത്ഭുതപ്പെട്ട ഉടമസ്ഥൻ ബാലനെയും കൂട്ടി അമ്മയെയും കുഞ്ഞിനെയും കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് പോവുകയും അവിടെ വച്ച് പരിശുദ്ധ കന്യകാമറിയം ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ട് താൻ യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ് എന്ന് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ ദേവമാതാവ് മുടന്തനായ ഒരു ബാലന് പ്രത്യക്ഷപ്പെടുകയും അവൻ്റെ വൈകല്യം പരിപൂർണമായി സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. ഈ സൗഖ്യം ഗ്രാമത്തെ മുഴുവൻ സ്പർശിച്ച അത്ഭുത സാക്ഷ്യമായി തീർന്നു. മെച്ചുഗോറിയിലെ മാതാവ്. 1981 ജൂൺ 24 മുതൽ വർഷങ്ങളോളം 6 കുട്ടികൾക്ക് പരിശുദ്ധ ദേവമാതാവ് ദർശനം നൽകിക്കൊണ്ടിരുന്നു. സമാധാനത്തിൻ്റെ അമ്മയായിട്ടാണ് പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തിയത്. ഒരു സ്നേഹിതയെ പോലെ പരിശുദ്ധ അമ്മ അവരോട് സംസാരിക്കുമായിരുന്നു. മെച്ചുഗോറി സന്ദേശത്തിൻ്റെ കാതൽ ഇതാണ്: പ്രാർത്ഥനയിലൂടെ സമാധാനം കണ്ടെത്തുക, ഉപവാസം അനുഷ്ഠിക്കുക. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് പാട്ടുപാടി നൃത്തം ചെയ്ത് ഈശോയെ ആരാധിക്കാം. ഒരു ആക്ഷൻ സോങ്ങിലൂടെ ഇനിയുള്ള നിമിഷങ്ങളിൽ നമുക്ക് ഈശോയെ ആരാധിക്കാം. രാവിലെ ഉണരും നേരം കുരിശ് വരയ്ക്കാം.
ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈശോയെയും സ്നേഹിച്ചില്ലേ? ഈശോയോടൊപ്പമായിരുന്നപ്പോൾ എന്ത് സന്തോഷമായിരുന്നു അല്ലേ? ഈശോയോടൊപ്പം സന്തോഷത്തോടെ സ്നേഹത്തോടെ ആയിരുന്ന എല്ലാ കുഞ്ഞുമക്കളും വലതുകരം ഉയർത്തിയൊരു ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയാണ് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്കും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുമക്കളായി തീരണ്ടേ? കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒത്തിരി പേരെ സഭയെന്ന് വിശുദ്ധനെന്ന് പേര് വിളിക്കുന്നു. നിങ്ങൾക്കും ഒരു വിശുദ്ധനും വിശുദ്ധിയുമായി തീരണ്ടേ? നമുക്കിന്ന് കുറച്ച് വിശുദ്ധരെ പരിചയപ്പെടാം. പാവത്തേക്കാൾ മരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ സ്നേഹിച്ചൊരു വിശുദ്ധനുണ്ട്. ആരാണെന്ന് കുഞ്ഞുങ്ങൾക്കറിയാവോ? വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഡൊമിനിക് സാവിയോ ഏത് കൊച്ചു കാര്യങ്ങൾക്ക് പോലും മാതാപിതാക്കളെ അനുസരിച്ചിരുന്നു എന്നുള്ളതാണ്. വീണ്ടും നോക്കുമ്പോൾ 4-ാമത്തെ വയസ്സ് മുതൽ ഡൊമിനിക് സാവിയോ സന്ധ്യാപ്രാർത്ഥന മുടക്കിയിരുന്നില്ല. കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഡൊമിനിക് സാവിയോ വലിയ വിശുദ്ധനായി തീർന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കും ഇതുപോലെ കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വിശുദ്ധനും വിശുദ്ധിയായിട്ട് തീരുവാൻ സാധിക്കുകയില്ലേ? ഇനിയും വേറൊരു വിശുദ്ധനെ സിസ്റ്റർ പരിചയപ്പെടുത്താം. 5-ാമത്തെ വയസ്സിൽ വിശുദ്ധനായി തീർന്ന വിശുദ്ധ മാക്സിലീനോ. വിശുദ്ധ മാക്സിലീനെ കുറിച്ച് കുട്ടികൾ കേട്ടിട്ടുണ്ടോ? നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു വിശുദ്ധ മാക്സിലീനോ. മാക്സിലീനോ ജനിച്ച ഉടനെ അവന്റെ അമ്മ കുഞ്ഞിനെ വളർത്തുവാൻ നിവൃത്തിയില്ലാത്തതിനാൽ ഒരു ആശ്രമത്തിന്റെ ഗേറ്റിന് മുമ്പിൽ ഉപേക്ഷിച്ചു. ആശ്രമത്തിൽ വളർന്ന കുഞ്ഞ് ആ ആശ്രമത്തിലെ അടയ്ക്കപ്പെട്ട റൂമിലുള്ള ഒരു കുരിശ് രൂപത്തോട് സംസാരിച്ചു തുടങ്ങി. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വീട്ടിലും ഒത്തിരി രൂപങ്ങളില്ലേ? ആ രൂപത്തോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിക്കുമോ? എന്നാൽ വിശുദ്ധ മാക്സിലീനോ കുരിശ് രൂപത്തോട് സംസാരിച്ചു. കാരണം ഈശോയും വിശുദ്ധ മാക്സിലീനോയും തമ്മിലുള്ള ബന്ധം അത്ര വലുതായിരുന്നു. ഈശോ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കൽ വന്ന് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? പാപമൊന്നും ചെയ്യാതെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി ജീവിച്ചാൽ ഈശോ നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് വരും, നിങ്ങളോട് സംസാരിക്കും. അലക്സാണ്ടർ എന്ന വ്യക്തി പാപത്തിന് പ്രേരിപ്പിച്ചപ്പോഴും ഈശോയുടെ സ്നേഹത്തിൽ നിന്നും തെല്ലും വ്യതിചലിക്കാതെ രക്തസാക്ഷിയായി തീർന്ന ഒരു വിശുദ്ധയുണ്ട്. ആ വിശുദ്ധ ആരാണെന്നറിയാമോ? വിശുദ്ധ മരിയ ഗൊരേത്തി. 14 പ്രാവശ്യം കടോര വെച്ച് കുത്തിയ അലക്സാണ്ടറിനോട് ക്ഷമിച്ചുകൊണ്ട് വിശുദ്ധ മരിയ ഗൊരേത്തി പറയുകയുണ്ടായി, ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്നു, ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും. കുഞ്ഞുങ്ങളെ, ഒരു വീഡിയോയിലൂടെ നമുക്കിത് കാണാം. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അവൾ മരണത്തോട് മല്ലിടുകയായിരുന്നു. അവൾ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. രക്തം മുഴുവൻ വാർന്നുപോയവൾ കഠിന വേദന സഹിച്ചുകൊണ്ട് ആ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ വൈദികനെത്തി വിശുദ്ധ കുർബാന നൽകി. വൈദികനോട് മരിയ പറഞ്ഞു, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും വലിയൊരു മാതൃകയാണ് വിശുദ്ധ മരിയ ഗൊരേത്തി നമുക്ക് കാണിച്ചു തന്നത്. ഈ വിശുദ്ധിയെ പോലെ ജീവിതത്തിൽ എത്ര സഹനമുണ്ടായാലും നിങ്ങൾ വിശുദ്ധിയിൽ നിന്ന് പിന്മാറരുത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? കൊച്ചു കൊച്ചു പുണ്യങ്ങൾ ചെയ്ത് വലിയ വിശുദ്ധിയായി തീർന്നവൾ. കൊച്ചു ത്രേസ്യ പുണ്യവതിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആ പുണ്യവതിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം സിസ്റ്റർ ഓർമ്മിക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ പത്രത്തിൽ ഒരു വാർത്ത വായിക്കാനിടയായി. ഒരു പാവി മാനസാന്തരപ്പെടാതെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ എന്താ ചെയ്തേന്നറിയാമോ? പ്രാർത്ഥിച്ച് ആ പാവിയെ മാനസാന്തരപ്പെടുത്തി. നമുക്കൊരു വീഡിയോയിലൂടെ ഇത് കാണാം. സുഖായിരിക്കുന്നു അമ്മാവ. ആ കൊലപാതകയായ ഫ്രാൻസിനിയുടെ വധശിക്ഷ നടപ്പിലാവാൻ പോവത്രേ. അയാളത് അർഹിക്കുന്നു. കുറെ പേരെ കൊന്ന അവനോട് യാതൊരു ദാക്ഷിണ്യവും പാടില്ല. ചെയ്ത പാപത്തിൽ അവന് യാതൊരു പശ്ചാത്താപവും ഇല്ലെന്നാ കേട്ടത്. കുമ്പസരിപ്പിക്കാൻ വന്ന വൈദികനെ പോലും തിരസ്കരിച്ചു. കൊച്ചു, എന്താ നിന്നെ വിഷമിപ്പിക്കുന്നത്? സെലീൻ കേട്ടില്ലേ? ഫ്രാൻസിനിയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു. നല്ല കള്ളന് രക്ഷ കിട്ടിയ പോലെ ഫ്രാൻസിനിക്കും രക്ഷ കിട്ടില്ലേ? എനിക്ക് പ്രത്യാശയുണ്ട്. എന്റെ യേശുവേ, അങ്ങ് അരുളി ചെയ്തല്ലോ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്.
അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിൽ ഞാൻ ശരണപ്പെടുന്നു. കർത്താവേ, ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. അങ്ങ് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ചതും ഉയർത്തതും. അങ്ങയുടെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യത ഫ്രാൻസിനിയുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, ഫ്രാൻസിനിയോട് കരുണ കാണിക്കണേ. മരിക്കുന്നതിനു മുമ്പ് മാനസാന്തരപ്പെട്ട് അങ്ങിലേക്ക് തിരിയാൻ കൃപ ചൊരിയണേ. യേശുവേ, അങ്ങയുടെ ഒരു തുള്ളി കരുണ അവൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകണമേ. ഈ കുഞ്ഞിൻ്റെ കണ്ണീർ അങ്ങ് തിരസ്കരിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ പ്രതി അങ്ങ് ഫ്രാൻസിനിയോട് കരുണ കാണിക്കും. എനിക്ക് വിശ്വാസമുണ്ട്, ഇതിൻ്റെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലേക്ക് നൽകുന്ന ആദ്യത്തെ കുഞ്ഞാണ്. അതിന് എനിക്കൊരടയാളം തരണം. എൻ്റെ കർത്താവേ, ഫ്രാൻസിനിയോട് കരുണ കാണിക്കണേ. എൻ്റെ കർത്താവേ, ഫ്രാൻസിനിയോട് കരുണ കാണിക്കണേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, ഫ്രാൻസിനിയോട് കരുണ കാണിക്കണേ. ഫ്രാൻസിനിയോട് കരുണ കാണിക്കണേ. ആ കുരിശ് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ആ കുരിശ് കൊണ്ടുവരൂ. നീ എന്റെ പ്രാർത്ഥന കേട്ടു. നന്ദി യേശുവേ. 3-ാമത്തെ വയസ്സ് മുതൽ നല്ലവനായ ദൈവത്തിന് യാതൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുമായിരുന്നു. കുഞ്ഞുങ്ങളെ, കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ഈ വിശുദ്ധിയെ പോലെ വലിയൊരു വിശുദ്ധിയായി തീരാം. കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു വിശുദ്ധനുണ്ടായിരുന്നു. ആ വിശുദ്ധൻ ആരാണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറയാമോ? വിശുദ്ധ ഡാമിയൻ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് നോക്കിയാലും ഒത്തിരി വിശുദ്ധരെ നമുക്ക് കാണാനാവും. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറയച്ചൻ, വിശുദ്ധ മറിയം ത്രേസ്യ എന്നിങ്ങനെ. ഈ വിശുദ്ധരെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കും ഒരു കൊച്ചു വിശുദ്ധനും വിശുദ്ധിയുമായാൽ കൊള്ളാമെന്ന് തോന്നുന്നില്ലേ?
ഓരോ മനുഷ്യനും ഒരു സ്നേഹിതൻ ആവശ്യമാണ്. ഒന്നെങ്കിൽ ദൈവം, അല്ലെങ്കിൽ മനുഷ്യൻ. ദൈവത്തെ സ്നേഹിതനായി സ്വീകരിച്ച് ദൈവസ്നേഹമാവുന്ന തീച്ചൂളയിലേക്ക് സ്വയം എറിയുന്നവരാണ് ഓരോ വിശുദ്ധാത്മാക്കളും. ജീവിതത്തിലെ സഹനങ്ങളെ കയ്പാണ് എന്ന് പറഞ്ഞ് അവർ തുപ്പിക്കളഞ്ഞില്ല. സഹനങ്ങളെ ദൈവസ്നേഹത്തെ ചാലിച്ച് ആത്മാക്കളുടെ രക്ഷ സാധിച്ചെടുത്തവരാണ് വിശുദ്ധ ജീവിതങ്ങൾ. കുന്നും കുഴിയും കടന്ന് സ്വന്തം കുരിശും പേറി മലമുകളിലെത്തിയ മഹാത്മാക്കളാണവർ. കുഞ്ഞുങ്ങളെ, നിങ്ങളെപ്പോലെ കളിച്ചും ചിരിച്ചുമൊക്കെ നടന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ഇന്ന് വിശുദ്ധരായി കാണപ്പെടുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നതല്ല, അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ ദൈവസ്നേഹത്താൽ ചെയ്തു എന്നതാണ്. അപ്പോൾ ഒരു കൊച്ചു വിശുദ്ധനും വിശുദ്ധിയുമായി തീരുവാന് എന്നെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്ത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഓരോ കാര്യവും ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ചെയ്ത് ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ച് ഒരു കൊച്ചു വിശുദ്ധനാകുവാന്, ഒരു കൊച്ചു വിശുദ്ധിയാകുവാന് എന്നെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും ഇന്നു മുതൽ പരിശ്രമിക്കണം. നല്ല ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചു പിടിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ശിശുക്കളെ കൂടുതലായി അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല തമ്പുരാനെ, അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൽ എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയും, നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് ഒരു കൊച്ചു വിശുദ്ധനും വിശുദ്ധിയുമായി തീരുവാന് ഈ കുഞ്ഞുമക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം ത്യജിച്ച് നിന്റെ സ്നേഹത്തിന്, നിന്റെ പദ്ധതികൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അനുദിന ജീവിതത്തിൽ നിനക്കിഷ്ടപ്പെട്ടവ മാത്രം ചെയ്യുവാന് എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട നാഥ, ഓരോ നിമിഷവും നിന്നോട് ചേർന്നിരുന്നു കൊണ്ട് പഠിക്കുവാന്, കളിക്കുവാന്, ചിരിക്കുവാന്, പ്രാർത്ഥിക്കുവാന് എല്ലാ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ മണിക്കൂറിൽ വിശുദ്ധരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അവരെ കൂടുതൽ പരിചയപ്പെടുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വിശുദ്ധരുടെ സ്വർഗീയ മാധ്യസ്ഥം തേടി നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് ഏറ്റവും ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടെ ഈശോയുടെ കൂടെ ആയിരിക്കാം. നമ്മെ സ്നേഹിക്കുന്ന ഈശോ സ്വർഗത്തിൽ നിന്ന് നമ്മോടൊപ്പമായിരിക്കുവാന് ഈ നിമിഷങ്ങളിൽ എഴുന്നള്ളി വരികയാണ്. ഏറ്റവും സ്നേഹത്തോടെ ഈശോയുടെ സന്നിധിയിൽ നിങ്ങളുടെ സാഹചര്യം അനുകൂലമാണെങ്കിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭാപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് കൂടെയായിരിക്കാൻ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, കുഞ്ഞുങ്ങളായ ഞങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നാം വിളിച്ചുപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഈശോയെ, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നേറ്റുപാടിയ മാലാഖമാരുടെ കീർത്തനങ്ങളോട് ചേർന്ന് നിന്ന് അങ്ങയുടെ തിരുപ്പിറവിയുടെ ആനന്ദം അനുഭവിക്കുന്ന ഞങ്ങളെ ഉണ്ണീശോയെ അനുഗ്രഹിക്കണമേ. ചെറിയ ഇടങ്ങളിലെ വലിയവരെ വണങ്ങാൻ കാലിത്തൊഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഉണ്ണീശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ അവരെപ്പോലെ ഉള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന ഈശോയെ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ഗുരുഭൂതരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഉണ്ണീശോയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ദൈവവചനത്തെക്കുറിച്ചൊക്കെ കേട്ടു. ഒരപ്പനെ പോലെ, ഒരമ്മയെപ്പോലെ, സഹോദരങ്ങളെപ്പോലെ, കൂടപ്പിറപ്പുകളെപ്പോലെ കൂടെ നടക്കുന്ന അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. ഈശോയെ, നന്ദി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അവിടുന്ന് ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നും അവിടുന്ന് ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഒരനുഭവം ഞങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നും തമ്പുരാനെ ഞങ്ങൾ എളിമയോടെ ഏറ്റുപറയുകയാണ് തിരുസന്നിധിയിൽ. ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ, നീ എന്തെങ്കിലും ഞങ്ങൾക്ക് തന്നാൽ അത് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിനുള്ളൂ എന്ന് എളിമയോടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈശോയെ, ബലഹീനതകൾ മാത്രം നിറഞ്ഞ ഈ കളിമൺ കുടങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു ദിവസം കൂടി അവിടുന്ന് ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചത് അവിടുത്തെ സ്നേഹമാണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴം എത്രയോ വലുപ്പമുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളുമെന്ന് അങ്ങ് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ വലുപ്പം എത്രയോ ആഴമേറിയതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴികളിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിന്റെ കരുതലിൻ്റെ ആഴം എത്രയോ ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ ഉള്ളവും ഞങ്ങൾക്കുള്ളത് മുഴുവനും, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ നിറവുകൾ എല്ലാം ദൈവമേ സ്വർഗത്തിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ നേർവഴിയെ നടത്തണമേ. ഉന്നതനേ, ഉയർന്നവനേ, ഉയരത്തിൽ വാഴുന്നോനേ, ഇന്നലകളിൽ എൻ കരം പിടിച്ച് എന്നെ നടത്തിയോനേ. ഉന്നതനേ, ഉയർന്നവനേ, ഉയരത്തിൽ വാഴുന്നോനേ,
ദൈവസ്നേഹത്തിൽ നിന്ന് അകലുന്നതാണ് പാപമെന്ന് ഈശോയെ നീ ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ സ്വരത്തിന് കാതോർക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത്, ശരിയേത് തെറ്റേത് എന്ന് പഠിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഈ ദിവസങ്ങളിൽ നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ദിവ്യകാരുണ്യ ഈശോയെ, പൗലോസ് അപ്പസ്തോലൻ്റെ തീഷ്ണതയോടെ ഞങ്ങൾ ഏറ്റുപറയുകയാണ്, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന്. ദൈവവചനത്തിന് വില കൽപ്പിച്ച് ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചും ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകളിലൂടെ ഞങ്ങൾ കേട്ടു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവപുത്രൻ്റെ കുരിശിൻ്റെ നിഴലിൽ കൂടെ നടന്ന ഒരമ്മ. പരിശുദ്ധ അമ്മയ്ക്ക് ഒരൊറ്റ കാര്യമേ നമ്മോട് പറയാനുള്ളൂ, ഈശോ പറയുന്നത് ചെയ്യുവിനെന്ന് മാത്രം. പരിശുദ്ധ അമ്മേ മാതാവേ, ഉണ്ണീശോയോട് ഒട്ടിച്ചേർന്നിരുന്ന് അവൻ്റെ വഴികളിലൂടെ നടക്കാൻ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. പാപസാഹചര്യങ്ങളുടെ പടുകുഴിയിൽ ഇടറി വീഴാതിരിക്കാൻ അമ്മ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. അമ്മ ഈശോയെ വളർത്തിയതുപോലെ കുടുംബത്തിന് ഒരനുഗ്രഹമായി തീരാൻ ഞങ്ങളുടെ സാന്നിധ്യം ഒരു തിരുക്കുടുംബത്തിൻ്റെ അനുഭവമാകാൻ അമ്മ ഞങ്ങളെ സഹായിക്കണേ അമ്മേ. കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും വിയർപ്പിൻ്റെയും ഇടവഴികളിൽ വിശുദ്ധിയോടെ ഉണ്ണീശോയെ പരിപാലിച്ചു വളർത്തിയ വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾ നന്മ നിറഞ്ഞ സുഹൃതസമ്പന്നരായ മക്കളായി തീരാൻ ദൈവസന്നിധിയിൽ ഔസേപ്പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായി ജീവിച്ച വിശുദ്ധരെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു. വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം, നമുക്ക് ഏറെ അഭിമാനിക്കാം. കാരണം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നമ്മുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന ഒട്ടനവധി വിശുദ്ധാത്മാക്കൾ സ്വർഗത്തിൽ നമുക്കുണ്ട്. ഈശോയ്ക്ക് വേണ്ടി നിർഭയം സാക്ഷ്യം വഹിച്ച വിശുദ്ധരുടെ മാതൃകയെ നമുക്ക് അനുകരിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ നന്ദിയോടെ കരങ്ങൾ കൂപ്പി ആയിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്കൊന്നുമില്ല ഈശോയെ, ഞങ്ങൾ ബലഹീനരാണ്, നിരാലംബരാണ്. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈശോയെ ഞങ്ങൾക്ക് മുൻപോട്ടേക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധിയുള്ള മക്കളായി വളരണമെങ്കിൽ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഈശോയെ. ഞങ്ങൾക്ക് നല്ല പാഠങ്ങളും നന്മ നിറഞ്ഞ പാഠങ്ങളും ഈശോയെ നീ പറഞ്ഞു തരണേ. വിശുദ്ധിയുള്ള മക്കളായി ജീവിക്കാൻ ഈശോയെ നീ ഞങ്ങളെ പഠിപ്പിക്കണേ. മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സമൂഹത്തിന്, ഞങ്ങളുടെ അധ്യാപകർക്ക് ഒക്കെ ഞങ്ങൾ നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരട്ടെ. ഈശോയെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേട്ടതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. മാലാഖമാരുടെ ചൈതന്യത്തോടെ വിശുദ്ധിയുടെ നിറച്ചാർത്തുള്ള കുഞ്ഞുങ്ങളായി വളരാൻ ഉണ്ണീശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, മാലാഖമാരെ, വിശുദ്ധരെ, അപ്പസ്തോല ഗണങ്ങളെ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. ത്രിയേക കൂട്ടായ്മയുടെ സ്നേഹത്തോട് ചേർന്നിരുന്ന് ജീവിക്കാൻ ത്രിത്വിക ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് വീണ്ടും ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല മക്കളായി വിശുദ്ധിയും വിവേകവും വിജ്ഞാനവും നിറഞ്ഞ നല്ല കുഞ്ഞുങ്ങളായി ഞങ്ങൾ രൂപാന്തരപ്പെടാൻ തിരുക്കുടുംബമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്ക് കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ദൈവം നൽകുമോറപ്പം നീ വാഴ്ത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, നമുക്ക് ആനന്ദിച്ചാഹ്ലാദിക്കാം. സങ്കീർത്തനന്റെ ഈ വചനത്തോട് ചേർന്ന് നിന്ന് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങള് ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനാദി മുതലേ ഒരുക്കി വച്ചിരുന്ന ദിവ്യ നിമിഷങ്ങളായിരുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ദിവസങ്ങള് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദിവസങ്ങളായിരുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്കെല്ലാം ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ പഠന മേഖലകളെയെല്ലാം ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ചെറുതും വലുതുമായ തീരുമാനങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസാന നിമിഷങ്ങളില് ഒത്തിരി സന്തോഷത്തോടെ, സ്നേഹത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം.